നമ്മൾ പലപ്പോഴും പല ഫയൽസും ടോറൻസ് വഴി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും എങ്ങനെയാണ് ഈ ടോറൻറ്റ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത് അത് നമ്മൾ ആലോചിക്കാറില്ല. സാധാരണ ഡയറക്റ്റ് ഡൗൺലോഡിൽ നിന്നും എങ്ങനെയാണ് ഈ ടോറൻസ് വ്യത്യസ്തമാവുന്നത്, ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോക്ക് ഇൻസ്പിറേഷൻ വന്നത് ആക്ച്വലി ഞാൻ തന്നെ ആലോചിച്ചെടുത്തതല്ല. കമൻറ്റ് ബോക്സിൽ ഞാനൊരു കമൻറ്റ് കണ്ടായിരുന്നു എപ്പോഴും, അതായത് ടോറൻസിനെ പറ്റി വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞ്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നല്ല കണ്ടന്റ് അല്ലേ, എന്തായാലും ചെയ്തേക്കാം എന്ന് വിചാരിച്ച് ഈ ഒരു വീഡിയോ ചെയ്യാൻ റെഡി ആയത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും കണ്ടന്റ് ഇതേപോലത്തെ സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കണ്ടന്റ് ക്ഷാമം വരുമ്പോഴത്തേക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആദ്യമേ ടൊറൻസ് എന്താണ് എന്നുള്ളതിലോട്ട് കടക്കുന്നതിന് മുന്നേ ഡയറക്റ്റ് ഡൗൺലോഡ്സിൻ്റെ പ്രോസസ്സ് ചെറുതായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കണം. നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ VLC മീഡിയ പ്ലെയർ ഡൗൺലോഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോഴത്തേക്കും ജസ്റ്റ് ആ ഒരു ഡയറക്റ്റ് ഡൗൺലോഡ് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സെർവർ കാണും. അവിടെയാണ് ഈ VLC മീഡിയ പ്ലെയേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഫയൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആ ഒരു സെർവറിൽ നിന്നുമാണ് നമ്മൾ നമ്മുടെ ബ്രൗസർ ഡൗൺലോഡ് ചെയ്യുന്നത്, അല്ലേ? നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് ആ ഒരു സെർവറിൽ നിന്നും ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നും നേരെ ഡൗൺലോഡ് ചെയ്യുന്നു. നമ്മളെപ്പോലെ ഒരുപാട് ആൾക്കാർ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ ഒരേ സമയം അല്ലെങ്കിൽ പല സമയത്തായിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരൊറ്റ ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ ഒറ്റ ഒരു സെർവറിൽ നിന്നും പല ആൾക്കാർ ഡൗൺലോഡ് ചെയ്യുന്നു. അതാണ് ഈ ഡയറക്റ്റ് ഡൗൺലോഡിൻ്റെ പ്രോസസ്സ്. എന്നാൽ ടോറൻറ്റ് ആക്ച്വലി സെൻട്രലൈസേഷൻ പ്രോസസ്സിലല്ല വർക്ക് ചെയ്യുന്നത്, ഡീസെൻട്രലൈസേഷൻ പ്രോസസ്സിലൂടെയാണ്. അതെന്താണ് ആക്ച്വലി എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. അതായത് നമ്മൾ ഈ ടോറൻറ്റ്സ് യൂസ് ചെയ്യുന്ന ആ ഒരു ടെക്നോളജി എന്ന് പറഞ്ഞാൽ പിയർ ടു പിയർ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ്, അല്ലെങ്കിൽ P2P കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും, കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടേം കേട്ടിട്ടുണ്ടാവും. ഇത് വേറൊന്നുമല്ല, ഒരു ഇൻ്റർമീഡിയറി അല്ലെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ഇല്ലാതെ യൂസേഴ്സ് തമ്മിൽ തന്നെ ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പിയർ ടു പിയർ കണക്ഷൻ അഥവാ P2P കണക്ഷൻ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ എക്സാമ്പിൾസ് ആക്ച്വലി ആപ്പിളിൽ വരുന്ന എയർ ഡ്രോപ്പ്, സാംസങ്ങിൽ വരുന്ന ക്വിക്ക് ഷെയർ, ഷെയർ ഇട്ട്, സെൻഡർ, ഷെയർ മീ, ഇത്തരം ആപ്ലിക്കേഷൻ എല്ലാം ഈ P2P കണക്ഷൻ വഴിയാണ് രണ്ട് ഡിവൈസ് തമ്മിൽ ഫയൽ ഷെയർ ചെയ്യുന്നത്. അല്ല, പിയർ ടു പിയർ കണക്ഷൻ എന്താണെന്നൊക്കെ മനസ്സിലായി, പക്ഷേ അതെങ്ങനെയാണ് ടൊറൻസിലോട്ട് വരുമ്പോഴത്തേക്കും അത് ഇംപ്ലിമെൻ്റ് ആവുന്നത്, അതാണല്ലോ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അത് മനസ്സിലാക്കണമെങ്കിൽ ആക്ച്വലി BitTorrent പ്രോട്ടോകോൾ എന്താണ് എന്നുള്ളതിനെ പറ്റി ചെറിയൊരു ഐഡിയ വേണം. BitTorrent പ്രോട്ടോകോൾ ആക്ച്വലി ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ബ്രാം കോഹൻ എന്ന് പറയുന്ന ആൾ ഡെവലപ്പ് ചെയ്ത സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. അതായത് എങ്ങനെയാണ് പിയർ ടു പിയർ കണക്ഷൻ ടെക്നോളജി ഉപയോഗിച്ച് ഈ ഒരു ലാർജർ ഫയൽസ് എല്ലാം BitTorrent പ്രോട്ടോകോൾ ഉപയോഗിച്ച് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്, ഇൻ്റർനെറ്റിലൂടെ മൾട്ടിപ്പിൾ യൂസേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് എന്ന് കാണിച്ചു വരുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ BitTorrent പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഈ ഒരു BitTorrent പ്രോട്ടോകോൾ അനുസരിച്ച് കോഡ് ചെയ്ത ആപ്ലിക്കേഷൻസ് ആണ് BitTorrent ക്ലയൻസ് എന്ന് പറയുന്ന നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ്. ഏറ്റവും വലിയ എക്സാമ്പിൾ മൈക്രോ ടൊറൻറ്റ് അഥവാ uTorrent എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. നമ്മൾ ടൊറൻറ്റ്സ് ഡൗൺലോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ അതാണല്ലോ. അതുപോലെ തന്നെ വേറെ പല ആപ്ലിക്കേഷൻസും ഉണ്ട്. ഈ ആപ്ലിക്കേഷൻസ് എല്ലാം, ഏത് ആപ്ലിക്കേഷനാണോ ടൊറൻറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, ആ ആപ്ലിക്കേഷൻ എല്ലാം BitTorrent പ്രോട്ടോകോൾ അനുസരിച്ച് കോഡ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഫയലിനെ ടൊറൻറ്റിലോട്ട് ആക്കി മാറ്റണം എന്നുണ്ടെങ്കിലും ഈ ഒരു BitTorrent ക്ലയൻസ് ഉപയോഗിച്ചാണ് അത് ചെയ്യുന്നത്. അല്ലാതെ അതിന് വേറെ പ്രത്യേക ആപ്ലിക്കേഷൻ ഒന്നുമില്ല. ഈ ഒരു ക്ലയൻറ്റ് ആപ്ലിക്കേഷനകത്ത് തന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ട്, ക്രിയേറ്റ് ടൊറൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് നമുക്ക് വേണ്ട ഫയൽസ് ആണെങ്കിലും ടൊറൻറ്റിലോട്ട് മാറ്റിയെടുക്കുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ടൊറൻറ്റ്സിൻ്റെ വർക്കിങ്ങിലോട്ട് ഡീപ്പായിട്ട് പോകാം. ഓക്കെ, അപ്പം ആ ഒരു .torrent എന്ന് പറയുന്ന ഫയൽ ഉണ്ടല്ലോ, നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ആ ഒരു കുഞ്ഞി ഫയൽ, 30-40 KB ഒക്കെ വരുന്ന ആ ഒരു ഫയൽ, ചിലപ്പം കുറച്ചുകൂടെ വരുമായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു ഫയൽ ആക്ച്വലി ഈ ഒരു ഒറിജിനൽ ഫയലിൻ്റെ ഇൻഫർമേഷൻസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ മെറ്റഡാറ്റയാണ് സ്റ്റോർ ചെയ്യുന്നത്. അല്ലാതെ ഞാനെടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ, ഒറിജിനൽ ഫയലിൻ്റെ ഡാറ്റ അല്ല അത് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ആ ഒറിജിനൽ ഫയൽ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ഇത്തരം കാര്യങ്ങളാണ് ആ ഒരു ഇൻഫർമേഷൻ, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും സ്റ്റോർ ചെയ്യുന്ന ഒരു ഫയലാണ് ഈ .torrent എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യമേ ഡൗൺലോഡ് ചെയ്യുന്ന ആ ഒരു ഫയൽ. ഇനിയാണ് ഇതിൻ്റെ വർക്കിംഗ് നമ്മൾ നല്ല ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തു. ആ ഒരു ആപ്ലിക്കേഷൻ, ഞാൻ ക്രിയേറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, ആദ്യമേ BitTorrent ക്ലയൻറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു ആപ്ലിക്കേഷന് വേണ്ടിയുള്ള ടൊറൻറ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ആ ഒരു ടൊറൻറ്റ് ഫയൽ നിങ്ങളിൽ ഒരാൾക്ക് ഞാൻ ഷെയർ ചെയ്തു. ഇപ്പോൾ ഇത്രയും ഒരു പ്രോസസ്സ് ഞാൻ ചെയ്തപ്പോൾ നടന്ന സംഭവം എന്തെന്ന് വെച്ചാൽ, മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടന്നൊരു സംഭവം എന്തെന്ന് വെച്ചാൽ, ആക്ച്വലി ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഫയൽ 4 GB ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ആ 4 GB ആപ്ലിക്കേഷനെ ഈ BitTorrent പ്രോട്ടോകോൾ അനുസരിച്ച് BitTorrent ക്ലയൻറ്റ് ഒരുപാട് പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതെങ്ങനെയാണ് ആക്ച്വലി സംഭവിക്കുന്നത്? 4 GB എന്ന് പറയുമ്പോഴത്തേക്കും 4096 MB ആണല്ലോ വരുന്നത്. അപ്പോൾ ആ 4096 MBയെ ഒരു പീസിന് 2 MB ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്കും ടോട്ടലി 2048 പീസസ് വരും അല്ലേ. അപ്പോൾ 4096 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ
കണക്ക് ക്ലാസ് പോലെ തോന്നുന്നുണ്ടോ എന്തോ. എങ്ങനെയാണെങ്കിലും അത്രയും നമ്പർ ഓഫ് പീസസ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിൽ പറഞ്ഞതാണ് ഈ ഒരു പീസിൻ്റെ നമ്പറും അതുപോലെ തന്നെ ആ പീസിൻ്റെ സൈസും. അപ്പോൾ ആ ഒരു BitTorrent ക്ലയൻറ്റിന് അപ്പം ആ ഒരു ഫയലിന് എത്രയാണോ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് പീസ് നമ്പേഴ്സും സൈസും വേണ്ടത് എന്ന് തോന്നുന്നത് അതിനനുസരിച്ചായിരിക്കും അത് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഇങ്ങനെ ഓരോ സെറ്റ് ഓഫ് പീസസ് ആയിട്ടായിരിക്കും ആ ഒരു യൂസർ ആ ടൊറൻറ്റ് ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ യൂസർ ആ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അപ്ലോഡും കൂടെ ചെയ്യുന്നുണ്ട്. അതാണ് BitTorrent ക്ലയൻറ്റ് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതി. സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല. ഇപ്പം നിങ്ങൾ BitTorrent ക്ലയൻറ്റ് എടുത്ത് ഓപ്പൺ ചെയ്ത് വെച്ച്, അതായത് uTorrent ഒക്കെ ഓപ്പൺ ചെയ്ത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ സൈഡിൽ അപ്ലോഡിങ്ങും കാണുന്നുണ്ടാവും അല്ലേ. അപ്പോൾ പലപ്പോഴും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഞാൻ ഫയൽ അപ്ലോഡ് ചെയ്യുന്നത്, ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച് കാണത്തില്ല. ആക്ച്വലി ഈ ഒരു സംഭവമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് യൂസർ ഓരോ ഫയൽ പീസസ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ആ ഡൗൺലോഡ് ചെയ്ത പീസസ് എല്ലാം അപ്ലോഡും കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ബാക്കിയുള്ള യൂസേഴ്സിന് ആ ഒരു ഫയൽസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി. അതാണ് ഈ BitTorrent പ്രോട്ടോക്കോളിൻ്റെ പ്രത്യേകത. അപ്പോൾ ആ ഒരു യൂസർ ഓരോ പീസും ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആ പീസസ് എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ വേറെ യൂസർ ആ ഒരു അപ്ലോഡ് ചെയ്ത പീസ് എല്ലാം ഡൗൺലോഡ് ചെയ്യും. എന്നിട്ട് ആ യൂസർ വീണ്ടും അത് അപ്ലോഡ് ചെയ്യും. ആ ഒരു യൂസർ അല്ല കേട്ടോ, BitTorrent ക്ലയൻറ്റ്, ആ യൂസർ ഉപയോഗിക്കുന്ന BitTorrent ക്ലയൻറ്റ് അപ്ലോഡ് ചെയ്ത് അങ്ങനെ ആണ് ഈ ഒരു ഫയൽ സർക്കുലേറ്റ് ചെയ്ത് ആ ഒരു ഫ്ലോയിൽ പോകുന്നത്. ഇതാണ് ആക്ച്വലി ആ ഒരു BitTorrent പ്രോട്ടോക്കോളിൻ്റെ എസൻസ് എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെ ആ ഒരു ടൊറൻറ്റ് കംപ്ലീറ്റ്ലി ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയാണ് സീഡേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പം നിങ്ങളൊരു വെബ്സൈറ്റിൽ പോയി ടൊറൻറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നമ്പർ ഓഫ് സീഡേഴ്സ് കാണാൻ പറ്റും അല്ലെ, എത്ര സീഡേഴ്സാണ് ഉള്ളതെന്നുള്ളത്. അത് ആക്ച്വലി ഇത്തരം ആൾക്കാരാണ്. പിന്നെ ആ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, അതായത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഡൗൺലോഡിങ്, പക്ഷേ ആ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്, അങ്ങനെയുള്ള ആൾക്കാരെയാണ് ലീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ടുപേരും സീഡേഴ്സ് ആണെങ്കിലും ലീച്ചേഴ്സ് ആണെങ്കിലും ടൊറൻറ്റ് ഫയൽ ഷെയറിംഗ് സിസ്റ്റത്തിൽ വളരെ എസെൻഷ്യലാണ്. കാരണം ഇപ്പം സീഡേഴ്സ് ശരിയാണ്, കംപ്ലീറ്റ്ലി ഡൗൺലോഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്, അവർ മാത്രം മതിയല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ പലപ്പോഴും സീഡേഴ്സ് ഇല്ലാത്തപ്പോൾ ലീച്ചേഴ്സാണ് ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം ലീച്ചേഴ്സ് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ അപ്ലോഡും കൂടെ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഡൗൺലോഡ് ചെയ്ത പീസസ്. അപ്പം പുതിയൊരു യൂസർ വരുമ്പോഴത്തേക്കും അവർക്ക് ലീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും ആ ഒരു പീസസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ സീഡേഴ്സിൻ്റെയും ലീച്ചേഴ്സിൻ്റെ എല്ലാം കൂടെ ഗ്രൂപ്പിനെയാണ് ആക്ച്വലി ടൊറൻറ്റ് സ്വാം എന്ന് പറയുന്നത്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഇപ്പോൾ ഈ ടൊറൻറ്റ് സ്വാമിലാണ് ഈ സീഡേഴ്സ് വരുന്നത്, അല്ലെങ്കിൽ പിയേഴ്സ് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. എല്ലാ യൂസേഴ്സും ഈ ടൊറൻറ്റ് സ്വാമിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഒരു പുതിയ യൂസർ ആക്ച്വലി ഈ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ ടൊറൻറ്റ് വഴി ഡൗൺലോഡ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും ഈ ടൊറൻറ്റ് സ്വാംസിലുള്ള ഡിഫറെൻറ്റ് യൂസേഴ്സിൻ്റെ കയ്യിലുള്ള ഡിഫറെൻറ്റ് പീസസ് ആയിരിക്കും ഒരുമിച്ച് അത് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു യൂസർ ഡൗൺലോഡ് ചെയ്ത് ഇത്രയും നമ്പർ ഓഫ് പീസസ് ആണ്, പക്ഷേ ആ ഒരു യൂസറിൻ്റെ കയ്യിൽ മറ്റ് പീസസ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ടൊറൻറ്റ് സ്വാമിലുള്ള വേറെ യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു യൂസർ ഡൗൺലോഡ് ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഇനി ഇത്രയും പീസസ്, ഓരോ ഫയലിനും ഒരുപാട് പീസസ് ഉണ്ടല്ലോ, അപ്പോൾ ആ പീസസ് ഓരോന്നും ഓരോ യൂസറിൻ്റെ കയ്യിലായിരിക്കും ഒരു ടൊറൻറ്റ് സ്വാമിലുള്ളത് അല്ലേ. ഈ ഒരു ഡീറ്റെയിൽസ് എവിടെയാണ് ഓരോ പീസും ലൊക്കേറ്റ് ആയിട്ടുള്ളത്, ആരുടെ കയ്യിലാണ് ഓരോ പീസസും അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയാണ് ട്രാക്കർ എന്ന് പറയുന്ന ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ട്രാക്കർ ആക്ച്വലി ഒരു സെർവറാണെന്ന് നമുക്ക് പറയാൻ പറ്റും, പക്ഷേ ട്രഡീഷണൽ ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ഒരു സെർവർ അല്ല, പകരം ഈ ഒരു ഫയൽസിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുന്ന ഒരു സെർവറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതൊക്കെ പീസസ് ആരുടെ കയ്യിലാണ് എന്നുള്ള തരത്തിലുള്ള ഇൻഫർമേഷനാണ് ഈ ഒരു ട്രാക്കർ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ആ ഡോട്ട് ടൊറൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ ഡൗൺലോഡ് ചെയ്യുന്ന ആ ഒരു ടൊറൻറ്റ് ഫയൽ ഉണ്ടല്ലോ, അതിനകത്ത് ഏത് ട്രാക്കേഴ്സിൻ്റെ കയ്യിലാണ് ഈ ഒരു ഫയലിൻ്റെ ഇൻഫർമേഷൻ ഉള്ളത് എന്ന് കാണും. അപ്പോൾ ആ ഒരു ട്രാക്കറുമായിട്ട് ഈ BitTorrent ക്ലയൻറ്റ് കണക്ട് ചെയ്തിട്ടാണ് ഈ ഡൗൺലോഡിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആണെങ്കിലും ആക്ച്വലി അതിനകത്തുള്ള യൂസേഴ്സിലാണ് കംപ്ലീറ്റ്ലി ഈ ഒരു പ്രോസസ്സ് ഡിപ്പെൻഡ് ആയിട്ടുള്ളത്. ഓക്കെ, ഇപ്പം സീഡേഴ്സും വേണം, അതുപോലെ ലീച്ചേഴ്സും വേണം. ഇപ്പോൾ ഒരു ടോറൻറ്റിന് ഒരുപാട് സീഡേഴ്സും ഒരുപാട് ലീച്ചേഴ്സും ഉണ്ടെങ്കിൽ ആ ടോറൻറ്റിൻ്റെ ഹെൽത്ത് അടിപൊളിയാണ്. അപ്പോൾ ടോറൻറ്റിൻ്റെ ഹെൽത്ത് അടിപൊളിയാണെങ്കിൽ നമുക്ക് സ്പീഡിൽ വേറൊരു പുതിയ യൂസർ വരുമ്പോഴത്തേക്കും അയാൾക്ക് പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ അല്ല, അതിനകത്ത് സീഡേഴ്സും ലീച്ചേഴ്സും കുറവാണെങ്കിൽ ടോറൻറ്റ് ചിലപ്പോൾ ഡൗൺലോഡ് സ്റ്റാർട്ട് ആവത്ത് പോലും ഇല്ല. ഇപ്പോൾ ചില സമയം ചില ടോറൻറ്റുകളിൽ നിങ്ങൾ സീഡേഴ്സ് ലീച്ചേഴ്സ് ഒന്നും ഒട്ടുമില്ലാതെ ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്കും കണ്ടിട്ടില്ലേ, ഡൗൺലോഡിങ് പ്രോസസ്സ് സ്റ്റാർട്ട് പോലും ആവത്തില്ല. അത് ഈ ഒരു കാരണം കൊണ്ടാണ്. അപ്പോൾ അവിടെ ആക്ച്വലി ഡയറക്റ്റ് ഡൗൺലോഡാണ് മച്ച് മോർ ബെനിഫിഷ്യൽ. ഇപ്പോൾ ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള അടിപൊളി ടെക്നോളജിയാണ് ടോറൻറ്റെങ്കിലും ആക്ച്വലി ഒരുപാട് ഡിസഡ്വാൻറ്റേജ് ആണെങ്കിലും ടോറൻറ്റ്സിന് വരുന്നുണ്ട്. ഒന്ന് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അതായത് പിയേഴ്സിൽ ഡിപ്പെൻഡ് ആണ്, യൂസേഴ്സിൽ ഡിപ്പെൻഡ് ആണ് ടോറൻറ്റിൻ്റെ കംപ്ലീറ്റ് ഫംഗ്ഷനാലിറ്റി എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം ആക്ച്വലി സെക്യൂരിറ്റി റിസ്ക്കുകളാണ്. അതായത് ഇപ്പം ഒരു ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റിൽ പോയിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒതൻറ്റിസിറ്റി ഉണ്ട്. പക്ഷേ ടൊറൻറ്റ് വഴി ആരെയോ അപ്ലോഡ് ചെയ്ത ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ
ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം, ചിലപ്പോൾ വൈറസ് ഡൗൺലോഡ് ചെയ്യാം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലോട്ട് നമ്മൾ ചാടാൻ സാധ്യതയുണ്ട്. പിന്നെ ടൊറൻറ്റ് വഴി ഡൗൺലോഡ് ചെയ്യുന്നത് മിക്കതും ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യമായതുകൊണ്ട്, അതായത് കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് ഒക്കെ ആയതുകൊണ്ട് ടൊറൻറ്റ് ചെയ്യുന്ന പല യൂസേഴ്സിൻ്റെയും ഇൻ്റർനെറ്റ് കണക്ഷൻ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് ത്രോട്ടിൽ ചെയ്യും, അതായത് അതിൻ്റെ സ്പീഡ് കുറച്ചുകൊണ്ടിരിക്കും. അതൊരു പ്രോബ്ലമാണ്. കാരണം ടൊറൻറ്റ് വഴി ഡൗൺലോഡ് ചെയ്യുമ്പോൾ പലപ്പോഴും ഈ ത്രോട്ടലിംഗ് കാരണം സ്പീഡ് കുറഞ്ഞായിരിക്കും ഡൗൺലോഡ് ചെയ്യുന്നത്, സാധാരണ ആ ഒരു ഇൻ്റർനെറ്റ് ബാൻഡ് വിഡ്ത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്ക്. ഇനി എന്തുകൊണ്ടാണ് ആക്ച്വലി ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ടൊറൻറ്റ്സ് ഉപയോഗിക്കുന്നത്? അതിന് ബേസിക് ആയിട്ടുള്ള റീസൺ വേറൊന്നുമല്ല, സോഴ്സ് കണ്ടുപിടിക്കാനുള്ള പാടാണ്. അതായത് അത് അപ്ലോഡ് ചെയ്ത യൂസർ ആരെന്നുള്ളത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കാണാൻ പറ്റില്ല. പ്രത്യേകിച്ച് അയാളൊരു VPN കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ ഒട്ടുമേ അറിയാൻ പറ്റില്ല. പിന്നെ അയാളുടെ IP അഡ്രസ്സ് ഹൈഡായി, എല്ലാം പ്രശ്നമായി. പിന്നെ ആരാണ് ഈ ഒരു ഫയൽ സർക്കുലേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഒറിജിനൽ യൂസർ ആരാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. ശരിയാണ്, അറ്റ് ദ ഫസ്റ്റ് പ്രോസസ്സ് ഇപ്പം ഞാൻ ഒരാളിലോട്ട് ഷെയർ ചെയ്യുമ്പോഴത്തേക്കും അയാൾക്കത് അറിയാൻ പറ്റും, ശരിയാണ്. അതുപോലെ തന്നെ അയാൾക്ക് ഞാൻ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ IP അഡ്രസ്സും വിസിബിൾ ആവും, പക്ഷേ VPN ഉപയോഗിച്ചാൽ അതും വിസിബിൾ ആവില്ല. അതാണൊരു പ്രോബ്ലം. ഓക്കെ, അപ്പം അങ്ങനെ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പ്രോസസ്സ് ആകുമ്പോഴത്തേക്കുമുള്ള ഡിസഡ്വാൻറ്റേജിൻ്റെ ഭാഗമാണ് ഈ ഒരു കാര്യം, അതായത് അനോണിമിറ്റി. ഏതെങ്കിലും ഒരു യൂസർ ആയിരിക്കാം, ആരെങ്കിലും ആയിരിക്കാം എന്നുള്ള ആ ഒരു കൺസെപ്റ്റാണ് ആക്ച്വലി ടൊറൻറ്റ് വഴി ഇത്രമാത്രം ഇല്ലീഗലായിട്ടുള്ള ഓരോ കോപ്പിറൈറ്റഡ് കണ്ടൻറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ കാരണം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ചോദിച്ച ചോദ്യമാണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാം. എങ്ങനെയാണ് കിക്ക്-ആസ്, RRBG ഇവർക്കൊക്കെ അൺലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോറേജ് ആക്സസ് കിട്ടുന്നത്? ആക്ച്വലി ഇവർക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോറേജ് ആക്സസ് ഒന്നും കിട്ടുന്നില്ല. ഇവർ ജസ്റ്റ് ആരൊക്കെയോ ക്രിയേറ്റ് ചെയ്ത ടോറൻറ്റ്സ് അവരുടെ വെബ്സൈറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഇൻഡെക്സേഷൻ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ആരൊക്കെയോ എവിടെയൊക്കെയോ ഇരുന്ന് ക്രിയേറ്റ് ചെയ്ത ടോറൻറ്റ്സ് മിക്കവാറും ഇല്ലീഗലായിട്ടുള്ള കോപ്പിറൈറ്റഡ് കണ്ടൻറ് ആയിരിക്കും, അതെടുത്ത് അവരുടെ വെബ്സൈറ്റിൽ കാണിക്കുന്നു. അത്രമാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആൾക്കാർക്ക് എപ്പോഴും പറ്റുന്നൊരു മിസ്റ്റേക്ക് ആണെങ്കിൽ ഇതാണ്, എല്ലാവരും ടൊറൻറ്റിനെ ഒരു ക്ലൗഡ് സർവീസ് ആയിട്ട് കണക്ട് ചെയ്യും. ആക്ച്വലി അങ്ങനെയല്ല ടൊറൻറ്റ് വർക്ക് ചെയ്യുന്നത്, പിയർ ടു പിയർ കണക്ഷനാണ്, അഥവാ P2P കണക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാർ തമ്മിലാണ് ഫയൽ ഷെയർ ചെയ്യുന്നത്, അല്ലാതെ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ക്ലൗഡ് സെർവർ വരുന്നില്ല. ഇനി അടുത്ത ചോദ്യമാണ്, എങ്ങനെയാണ് ഇവർ ആക്ച്വലി ഫ്രീ ആയിട്ട് ഈ കണ്ടൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്? ആക്ച്വലി അവർക്ക് എവിടെ നിന്നാണ് കോസ്റ്റ്? അവർ ആരൊക്കെയോ ഇല്ലീഗലായിട്ട് കോപ്പിറൈറ്റഡ് കണ്ടൻസ് ടൊറൻ്റ് ആക്കി മാറ്റിയത് ആ ടൊറൻറ്റിനെ അവരുടെ വെബ്സൈറ്റിൽ കാണിക്കുന്നു, അത്രയല്ലേ അവർ ചെയ്യുന്നുള്ളൂ. പിന്നെ അതുമാത്രമല്ല, നമ്മൾ ആ വെബ്സൈറ്റിലോട്ട് കയറുമ്പോൾ തന്നെ പറ അഡ്വർടൈസ്മെൻറ്റ്സ് ആണ്. അവർക്ക് കോസ്റ്റ് ഒന്നും ഉണ്ടാവുന്നില്ല താനും, അവർ ഈ അഡ്വർടൈസ്മെൻറ്റ്സിലൂടെ കാശ് വാരുന്നുണ്ട്. പിന്നെ അവർക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിൽ എന്താണ് പ്രശ്നം? അതാണ് സംഭവം ആക്ച്വലി. അതുകൊണ്ട് അവർക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. ഈ ഒരു ടോട്ടൽ മെക്കാനിസം തന്നെ ആക്ച്വലി ഫ്രീ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിലാണല്ലോ ഫുൾ റിവോൾവ് ചെയ്യുന്നത്. ആൾക്കാരെല്ലാം ടൊറൻറ്റ്സ് വഴി ഡൗൺലോഡ് ചെയ്യുന്നത് ഫ്രീ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് അവർക്കൊരു കോസ്റ്റ് ഉണ്ടാവുന്നില്ല. ഈ ഒരു വെബ്സൈറ്റ്സിനാണെങ്കിലും ഒരു കോസ്റ്റ് ഉണ്ടാവുന്നില്ല. അഥവാ മാനേജ് ചെയ്യാനെങ്ങാനും കോസ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് അവർ അഡ്വർടൈസ്മെൻറ്റ്സിലൂടെ റിക്കവർ ചെയ്യുന്നുണ്ട്. ഇതാണ് എനിക്ക് ടൊറൻറ്റ്സിനെ പറ്റി പറയാനുള്ളത്. ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് എല്ലാം കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ടന്റ് സജഷൻസ് ആണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കണ്ട. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ് ടു ദി ചാനൽ ആൻഡ് ഗുഡ് ബൈ.